വചനം 29. വാക്കർത്ഥം. ഇൻതൊലിക്കു, നിങ്ങൾ പോയിക്കൊള്ളുവിൻ, ഇലാമ, യാതൊന്നിലേക്ക്, കുൻതും ബിഹി, അതിനെ നിങ്ങളായിരുന്നു, തുകദ്ദിബൂൻ, വ്യാജമാക്കും. انطلقوا إلى ما كنتم به تكذبون. ഹേ വ്യാജമാക്കുന്നവരെ, നിങ്ങൾ യാതൊന്നിനെ വ്യാജമാക്കിക്കൊണ്ടിരുന്നുവോ അതിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുവീൻ. വചനം 30. വാക്കർത്ഥം. ഇൻതൊലിക്കു, നിങ്ങൾ പോയിക്കൊള്ളുക, ഇലാ ളില്ലിൻ, ഒരു തണലിലേക്ക്, ഒരു നിഴലിലേക്ക്, ദീ സലാസി, മൂന്നുള്ളതായ, ശുഅബിൻ, ശാഖകൾ, പിരിവുകൾ. انطلقوا إلى ظل ذي ثلاث شعب. അതായത് 3 ശാഖകളുള്ളതായ ഒരു തരം തണലിലേക്ക് പോയിക്കൊള്ളുവീൻ. വചനം 31. വാക്കർത്ഥം. ലാ വലീലിൻ, തണൽ നൽകുന്നതല്ല, നിഴൽ നൽകുന്നതല്ല, വലായുഗ്നി, അത് പര്യാപ്തമാക്കുകയുമില്ല, തടുക്കുകയുമില്ല, മിനല്ലഹബി, ജ്വാലയിൽ നിന്ന്. ലാ വലീലിൻ വലാ യുഗ്നി മിനല്ലഹബ്, അത് ചൂടിൽ നിന്ന് നിഴൽ നൽകുന്നതല്ല, അഗ്നിജ്വാലയിൽ നിന്ന് അത് തടുക്കുകയുമില്ല. വചനം 32. വാക്കർത്ഥം. ഇന്നഹ, നിശ്ചയമായും അത് നരകം, തർമീ, എറിയും, വീശും, ബിഷറരിൻ, തീപ്പൊരിയെ, കൽ കസ്ർ, മണിമാളിക പോലുള്ള, വൻകെട്ടിടം, കോട്ട പോലുള്ള. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, നിശ്ചയമായും അത് നരകം വൻകെട്ടിടം പോലെയുള്ള തീപ്പൊരി വീശുന്നതാണ്. വചനം 33. വാക്കർത്ഥം. കഅന്നഹു, അതാണെന്ന പോലെ, ജിമാലത്തുൻ, ഒട്ടകങ്ങൾ, ഒട്ടകക്കൂട്ടം, സുഫ്ർ, മഞ്ഞ നിറമുള്ള. കഅന്നഹു ജിമാലത്തുൻ സുഫ്ർ, അത് തീപ്പൊരി മഞ്ഞവർണ്ണമായ ഒട്ടകക്കൂട്ടമെന്നോണമിരിക്കും. വചനം 34. വാക്കർത്ഥം. വൈലുൻ, മഹാനാശം, കഷ്ടം, യൗമ ഇതിൻ, അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കാണ്. വചനം 29 മുതൽ 34 വരെയുള്ളതിൻ്റെ വിശദീകരണം. നിങ്ങൾ പരലോക ജീവിതത്തെയും നരകശിക്ഷയെയും വ്യാജമാക്കി തള്ളിയിരുന്നുവല്ലോ. ആ ശിക്ഷ ഇതാ ഇപ്പോൾ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. അതാ ആ 3 ശാഖകളായി പിരിഞ്ഞുയരുന്ന വമ്പിച്ച കരിമ്പുകയുടെ തണലാണ് നിങ്ങൾക്കിനി ആധാരം. അതിലേക്ക് പോയിക്കൊള്ളുക. പക്ഷേ അത് സാധാരണ തണലുപോലെ ചൂടിൽ നിന്ന് തണുപ്പ് നൽകുന്നതോ നരകാഗ്നിയിൽ നിന്നുയരുന്ന തീപ്പൊരികൾക്ക് തടവായിരിക്കുന്നതോ അല്ല. നരകമാകട്ടെ വൻകെട്ടിടങ്ങൾ പോലെയുള്ള വമ്പിച്ച തീപ്പൊരികൾ പറപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവയുടെ ആധിക്യവും വലുപ്പവും വർണ്ണവും നോക്കുമ്പോൾ മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ചിന്നിച്ചിതറുകയാണെന്നു തോന്നും. അത്രയും വൻതോതിലായിരിക്കും ആ തീപ്പൊരികൾ എന്നു സാരം. ഈ കരിമ്പുകയെപ്പറ്റി തണൽ, ളില്ല് എന്നു പറഞ്ഞത് കേവലം പരിഹാസരൂപത്തിലാണെന്ന് വ്യക്തമാണ്. സൂറത്തു വാഖിഅ 43-44 വചനത്തിലും അൽ കഹ്ഫ് 29 വായിച്ചത് ഓർക്കുക.